ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മോണോമാർക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രൗണീൻ്റെ കഴുത്തിലൊരു ചെറിയൊരു ഇൻഫെക്ഷൻ ആയിട്ട് അപ്പോൾ ബ്രൗണീനെ കൊണ്ട് നമ്മൾ വെഗ്നർ ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ. മാക്സ് ഇവിടെ ഉണ്ട് കേട്ടോ. മാക്സ് ഇവിടെ കാമായിട്ടിരിക്കുന്നുണ്ട്. ആദ്യമേ ഈ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തലമറിച്ചിടും ഈ വീട്. ഇപ്പോൾ ഭയങ്കര കാമായിട്ടിരിക്കുന്നുണ്ട്. ഈ പൂജയ്ക്ക് ചെയ്യുമ്പോൾ ഈ പൂജയുടെ സാധനങ്ങളൊക്കെ തട്ടി കളയട്ടോ മാക്സ്. ഇപ്പോൾ നോക്കിയാൽ ഭയങ്കര ക്വൈറ്റായിട്ടാണ് ഇരിക്കണേ. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ ബ്രൗണിനെ കൊണ്ട് വെറ്റിനറിക്ക് പോകും. അപ്പോൾ മാക്സ് ഡൗൺ ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക. ഫുഡിന് ആലു പൊറോട്ടയും പിന്നെ ഒരു ടൊമാറ്റോയുടെ ഒരു കച്ചപ്പുണ്ട്, ഒരു തൈര് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു നൈസ് ഒരു ടേസ്റ്റി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈശാഖ് ബ്രോ പറയണത്, ഇതേവരെ നീ മാക്സിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നിന്നെ വെച്ചിട്ടൊന്നൊന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടാവും മാക്സിൻ്റെ റിയാക്ഷൻ, അതൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈശാഖ് ബ്രോ. അപ്പോൾ അതും കൂടി ചെയ്തിട്ടാണ് നമ്മൾ ബ്രൗണിനെ കൊണ്ട് വെറ്റിനറിക്ക് പോകണം കേട്ടോ. तुम लोग का इमोशन नहीं है, കമാൻഡ് बोल रहे बट अंदर से इमोशन नहीं है. അപ്പോൾ അവരോട് നമ്മൾ പറയുന്നത് ഇമോഷൻ ഉള്ളിൽ നിന്ന് വരുന്നെന്നാണ് പറയുന്നത്. എന്നാലാണല്ലോ ചുപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. എന്നിട്ട് ഒരു ട്രീറ്റ് കൊടുക്കും, ഒരു കിബിൾ കൊടുക്കും. മാക്സ് ചുപ്പ്. ഓക്കെ, ഒരു കിബിൾ ബാഗ് കൊടുക്കുക. ചുപ്പ് ബാഗ് കൊടുക്കുന്നുണ്ട് ജൽദി. അതിന് ശേഷം ഇയർന്ന് പറഞ്ഞു വീട്ടിൽ കൊടുക്കുന്ന ബാഗ് കൊടുക്ക. അപ്പന്നെ കൊടുക്കണം. ടൈമിങ് ആൻഡ് നമ്മുടെ ഇമോഷൻ, അതാണ് ഡോക്ടറെ എല്ലാവരും. ഇങ്ങനെ അധികം ഇറിറ്റേഷൻ ചെയ്യുമ്പോൾ നീ പറയാണ്ട് കമാൻഡ് പറഞ്ഞു കഴിയുമ്പോൾ ബാങ്ക് കൊടുക്കണം. അത് റെഡി ആക്കി വെച്ചിരിക്കണം. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ചെയ്യുന്നത് ഓൾറെഡി ടച്ച് ചെയ്തിട്ട് കൈ സ്റ്റഡി ഡൗൺ പറയും. സ്ലീപ്പ് ഇയർ ചുപ്പ് പറയും. അത് ഉപ്പ് കൊടുത്തിട്ടുണ്ടോ? ചുപ്പ് കേട്ടെ കൊടുത്തു. നീ പഠിച്ചിട്ട് കട്ടി പിടിക്കുന്നുണ്ട്. നിന്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്ന് ഈ വീഡിയോസ് നോക്കും. കൈ എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് കൈയൊക്കെ എടുത്തിട്ട് അനക്കഴിഞ്ഞു. ഗുഡ്. കൈ ആ കമാൻഡ് കഴിഞ്ഞ് ട്രീറ്റ് കൊടുത്തു കഴിഞ്ഞ് കൈ എടുത്താലും കാട്ടും. ഫസ്റ്റ് ഡോഗിൻ്റെ അറ്റൻഷൻ എന്ന് പറയും. ഗുഡ്. ഞാൻ വോയിസിനെ പറയണം. ദാറ്റ്സ് ഗുഡ്. ഗുഡ് ബോയ്. കയ്യിൽ ട്രീറ്റ് ചെയ്ത് നോക്കിയിട്ട് വോയിസ് കൊണ്ടുവന്നിട്ട് ശരി കേട്ടോ. നീ അനങ്ങാണ്ടിരിക്കുക. നീ എൻ്റെ ബോഡി അനങ്ങരുത്. ഗുഡ് ബോയ്.
അപ്പോൾ നമ്മൾ ഡോഗ് ട്രെയിനിങ് പുതിയ ആൾക്കാർക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ഡോഗിൻ്റെ ബോഡി ലാംഗ്വേജ് അവരുടെ ബോഡി ലാംഗ്വേജ് അത് കറക്റ്റായിട്ട് വരിക. അതായത് അവരിപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ എൻ്റെ ബോഡിയുടെ ബോഡി ലാംഗ്വേജ് വരിക്കുക. അല്ലെങ്കിൽ അവർ ഈ ട്രെയിനിങ്ങിലെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. ആ വീഡിയോ ശ്രദ്ധിച്ച് നമ്മൾ തന്നെ 2-3 വട്ടം നമ്മുടെ ബോഡി ലാംഗ്വേജ് ഡോഗിൻ്റെ ഇറങ്ങുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പോകാൻ തുടങ്ങാം കേട്ടോ. വണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മാക്സ് നടക്കുന്നുണ്ട്. ബ്രൗണി വരുന്നുണ്ട് അവിടെ നിന്നിട്ടാ. अभी हम लोग जा रहे हैं ब्राउनी को हॉस्पिटल लेके मैक्स में भी लेके जा रहे हैं हम आउटसाइड थोड़ा सोशलाइजेशन करने के लिए. फर्स्ट टाइम गाड़ी में मेरे साथ आ रहे मैं देख रहे एक्सपीरियंस कैसा है मैक्स का. അപ്പോൾ ആള് പറഞ്ഞത് മാക്സ് ആദ്യമായിട്ടാണ് വണ്ടിയിൽ കയറാൻ പോകുന്ന. ഒറ്റ വെഹിക്കിളിലും മാക്സ് കയറിയിട്ടില്ല. ബ്രൗണിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് മുമ്പേ കാറിലൊക്കെ കയറി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൗണിനെ കൊണ്ടുപോയി പോവാട്ടോ. വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. മാക്സിൻ്റെ എങ്ങനെ എക്സ്പീരിയൻസ് എന്ന് അറിയില്ല കേട്ടോ. മാക്സിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുന്നു വണ്ടിയിൽ കയറിയിട്ട്. ഓ വണ്ടി നിറയെ സാധനങ്ങളാട്ടോ. ഇതൊന്നും ഇറക്കാണ്ട് നമുക്ക് മാക്സിനെയും ബ്രൗണിനെയും അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഇറക്കാണ്ട് സീറ്റ് മടക്കണം, അല്ലെങ്കിൽ തീരെ സ്പേസ് ഉണ്ടാവില്ല. അപ്പം അതൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രൗണി കയറി, ഇനി മാക്സ് കയറണം. അവർ പറയണത് ഇതെപ്പോൾ അടയ്ക്കാം. ഞങ്ങളിരിക്കുന്നിടത്ത് മാക്സിനെ കയറ്റാനാട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കണത്. ബ്രൗണീൻ്റെ ബാക്കിൽ കയറ്റി മാക്സിനെ ഈ സൈഡിൽ കൂടെ കയറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈശാഖ ബ്രോ വിളിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാട്ടാ. ഇടാവ കയറില്ല. ഇടാവ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഡ്രൈവർ ഡോർ അടിച്ചു. ഇപ്പോൾ വരും. കയറിയിടാം. ഇനി ഞാനും കയറാൻ പോവാണ്. നമ്മൾ വെറ്റിനറിക്ക് പോയിട്ട് അപ്പോൾ ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഇവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക്. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ അവിടുത്തെ പോലത്തെ സെറ്റപ്പാണോ എന്ന് അറിയില്ല കേട്ടോ. അതിനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അവിടെ ഇത്രയും കൂടി നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക്. ഹോസ്പിറ്റൽസൊക്കെ മണ്ണുത്തിയായാലും കൊക്കാലയായാലും എല്ലാതും നല്ല ഹോസ്പിറ്റൽസാണ് നമ്മുടെ അവിടെ. ഇവിടെ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആയിട്ടില്ല. അവിടെ ഇത്തിരി കൂടിയും ഡെവലപ്ഡ് ആവാറുണ്ട് ഇവിടെയൊക്കെ, പഞ്ചാബിലൊക്കെ. ഇവിടെ പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ ഗൈസ്. നമ്മുടെ അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞോളൂ. ഇവിടെ രാത്രി പിന്നെയും പറ്റും. രാത്രിയൊക്കെ ഇത്തിരി നല്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ തണുപ്പുണ്ട്. പക്ഷെ രാവിലെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഗൈസ്. ഭയങ്കര ചൂടാണ്. ഇപ്പോൾ മാക്സ് ഇതാട്ടാ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആളിനോണ്ട്. ആള് കാം ആൻഡ് ക്വയറ്റാണ്. സിമ്പിളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാറിൽ. വൈശാഖ ബ്രോ ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സ് ഇതാട്ടാ ബ്രൗണിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. മാക്സ് നമ്മുടെ അടുത്ത് നിന്ന് അപ്പുറത്തേക്ക് പോയി ആള് ചാടി പോയി അങ്ങോട്ട്. വൈശാഖ ബ്രോ ഇരിക്കുന്ന അവിടെ. അത് നമ്മുടെ സാറിൻ്റെ അസിസ്റ്റൻ്റാന്നാ പറഞ്ഞത്. നമ്മുടെ ഈ ഡോഗ്സിൻ്റെ ഓണറിൻ്റെ അസിസ്റ്റൻ്റാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. किसान यूनियन थोड़ा सा डाउन पड़ा हुआ है, नहीं तो हर मुद्दे पे किसानों ने उठ के आ जाता था.
साइड में अच्छा है कर्नाटक जैसा आप की तरफ तो बहुत बढ़िया है कर्नाटक में तो कर्नाटक तेलंगाना तो इतना अच्छा है कि मानो लोग इतने कोऑपरेटिव है वहाँ पर इधर के लोगों को पता है ये डेवलप किसके लिए कर रहे हैं उनको पता है जमीन का भाव कहाँ जाने वाला है അപ്പോൾ അവർ പറഞ്ഞ് നമ്മുടെ അവിടെയൊക്കെ പിന്നെ അപ്ഡേറ്റഡ് ആയി. ഇവിടെ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഇവിടെയുള്ള കർഷകരൊന്നും അവരുടെ ഭൂമി കൊടുക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആയിട്ടാ പറയുന്നത്. അവർ തല്ലാൻ പോവാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ഥലമെത്തി, ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി, ബ്രൗണി ഇറങ്ങിയിട്ടുണ്ട്, മാക്സ് വീണു, മാക്സ് ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റല്. അവിടെ പുറത്ത് നിൽക്കണ കേട്ടോ ഡോക്ടർ. ബ്രൗണി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വരുന്നുണ്ട് ഉഷാറായിട്ട്. കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുരുളേൻ്റെയും അതിൻ്റെ ഹോളതിൻ്റെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾ ആക്റ്റീവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ. ഒരു പഞ്ചാബി സേവരൻ്റെ തലയിൽ ആ കെട്ടുണ്ടാവും അവിടെ. എല്ലാവർക്കും ഉണ്ടാവും, മിക്ക ആൾക്കാർക്കും ഉണ്ടാവും അവിടെ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഡ്രൈവർ. ആളാട്ടോ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വേറെ ആർക്കൊക്കെ വന്നിട്ടുണ്ട്, ഡോക്ടറിനെ കാണാനാന്ന് തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു ഡോഗ് ഉണ്ട് അവൻ്റെ കയ്യിൽ. അതിനെന്തോ സ്കിന്നിനെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അതിനെന്തോ സ്കിൻ ഇൻഫെക്ഷനാന്ന് തോന്നുന്നുണ്ട്. എന്തോ രോമൊക്കെ പോയിണ്ടേ, അത് ബ്രീഡെന്ന് തന്നെ മനസ്സിലാവണില്ല ഡോഗിനെ കണ്ടിട്ട്. അപ്പോൾ ആളിനെ കാണാനായിട്ട് വന്നാന്ന് തോന്നുന്നുണ്ട് ഡോക്ടറെ കാണാൻ. ബ്രൗണി അങ്ങോട്ട് പോയിണ്ടെന്നാണ് പറയണത്. ബ്രൗണി അവിടെ പോയി നിൽക്കണ്ടത് മാക്സിന് വീട്ടുണ്ട് വിളിക്കാൻ. വേറെ ബ്രൗണി മാക്സ് വന്നു, ബ്രൗണിക്ക് ഒരു എനക്കില്ല. ബ്രൗണി അവിടെ തന്നെ നിൽക്കണേ. വരണ്ടേ? ഇങ്ങടല്ല, ആളങ്ങോട്ട് പോയിട്ടോ. ഇതാ ആള് പോണ്ട്, വിളിക്കാൻ പോണ്ട്. വൈശാഖ് വിളിക്കുന്നുണ്ടോ? വൈശാഖ് വിളിക്കുന്നുണ്ട്, കിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഗഡി മോനെ അതൊന്നും കേൾക്കണില്ലേ? ആള് മോശം ചെയ്യാൻ പോയതാണ് ഗൈസ്. അതിന് നമുക്ക് സമാധാനം കൊടുക്കാം. അങ്ങനെയെങ്കിലും അത് സമാധാനത്തിലിരിക്കട്ടെ കുറച്ച് നേരം. കേൾക്കുന്നുണ്ടോ? ഗഡിമോൻ്റെ മോശം ചെയ്യാനായിട്ടാണ് മണത്തോട്ട് നടക്കുന്നതാണ്. നമ്മൾ വിചാരിച്ചു മിസ്ബിഹേവ് ചെയ്യാറ്. ബ്രൗണിൻ്റെ അടുത്ത് പൊക്കാണ്ട വലിയ വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു 10-32 കിലോ ഉണ്ടാവും ബ്രൗണി. ഭയങ്കര വെയിറ്റാ. ആളിനെ പൊക്കിയായിട്ട് വെള്ളിക്ക് വെച്ചു. ഇപ്പൊ വരാനാണ് പറഞ്ഞ ഡോക്ടർ. മാക്സ് തന്നെ കേട്ടോ ടേബിളിൻ്റെ അടിയിൽ. അപ്പം നമ്മൾ മൗത്ത് ക്യാപ്പ് എടുത്തില്ല, അതൊരു പ്രശ്നം പറ്റി. ആളെനിക്ക് ഓട്ടം കാണിച്ചു തരാട്ടാ. ഒരു സീൻ തന്നെയായിരുന്നു അത്. ആ ഒരു ഹോളിങ്ങനെ ഉള്ളിലേക്ക് പോയിണ്ട് ഗൈസ്, ഭയങ്കര ആഴത്തില്, ഭയങ്കര പ്രശ്നമാണ്. അപ്പം മൗത്ത് ക്യാപ്പ് എടുക്കാതെ പറഞ്ഞാൽ ലേശിട്ട് പിടിക്കാന്നാ പറഞ്ഞു നോക്കണേ. എനിക്കറിയില്ലടാ ലേശിട്ട് പിടിക്കാൻ. വൈശാഖോ കയറാന്ന് പറഞ്ഞത്. അപ്പൊ ഇവരെന്തോ പറയുന്നുണ്ട്. ഇഞ്ചക്ട് ചെയ്തു കേട്ടോ. ഇതാണ്ടോ ഡോക്ടർ.
गोली लेके देना मैं बोलता हूँ कि इंजेक्शन लगा रहा हूँ ना मैं क्या मैं जाके गोली ले जाता हूँ അവിടെ ഇപ്പം ചോദിച്ചത് വീഡിയോ എടുക്കുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ വൈശാഖ പറഞ്ഞു ബ്ലോഗിങ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ സിറിഞ്ച് കൊണ്ടുപോയി രണ്ടാമത്തെ വട്ടം ഇഞ്ചെക്ട് ചെയ്തു. ഇതിനൊന്നും ആള് പ്രശ്നമില്ല, ഇഞ്ചക്ഷനൊന്നും പ്രശ്നമില്ല. ആളുടെ അവിടെ കഴുത്തിൻ്റെ അവിടെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു ഇതുണ്ട്, തുണി വെച്ചിട്ട് ഇങ്ങനെ തുണിയില്ല ഒരു കോട്ടൺ വെച്ചിട്ട് എന്തോ സ്പിറ്റിലോ എന്തെങ്കിലും ആക്കി, എന്താണെന്നറിയില്ല കേട്ടോ എനിക്ക്, എന്തോ ഒരു ഓയിൽമെൻറ്റ് തേച്ച് കഴുത്തിൽ ശരിയാക്കും. അപ്പം ആൾക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ഇറിറ്റേഷൻ പോലെ ലീശ കെട്ടുണ്ട് വൈശാഖ ബ്രോ. അപ്പോൾ കഴിഞ്ഞൂട്ടോ, നമ്മളിപ്പോൾ തിരിച്ചു പോവാട്ടോ, എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ ഭാഗം നമുക്കൊന്നും ഇടാൻ പറ്റില്ല, അപ്പോൾ ആ ടൈമിൽ ഇറിറ്റേറ്റിംഗ് ആണ് ബ്രൗണി. നമുക്ക് ആ ഭാഗം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബ്രൗണിൻ്റെ ആദ്യമേ വണ്ടി കയറി മാക്സിമം കയറിയില്ല. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ ഗൈസ്, തിരിച്ചു പോവാണ്. ബ്രൗണി അപ്പുറത്തേക്ക് കിടന്നു, ഞങ്ങളുടെ സീറ്റിൻ്റെ അടിക്ക് കിടന്നു, ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് കിടന്നു, ഇങ്ങോട്ട് വിളിക്കണം. വന്നു ഇനി പോവാണ് കേട്ടോ. രണ്ടുപേരും സെറ്റായി, അടച്ചു. ഞാൻ കയറി ഒരു 5 മിനിറ്റ് എന്ന് പറയാം ഡോക്ടർക്ക് കാണാൻ സംസാരിക്കണമെന്ന് പറഞ്ഞെന്തോ. അപ്പോൾ മാക്സ് ഭയങ്കര ഷൗട്ടിങ് ആട്ടാ, പുറത്ത് നിൽക്കുന്ന കേട്ടോ ഡോക്ടർ. അപ്പോൾ വൈശാഖ ബ്രോ ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മളിഞ്ഞ് പോണത് ബൈക്ക് ട്രെയിനിങ് അങ്ങനത്തെ പരിപാടികൾക്കാണ്. അപ്പം ഇത്തിരി കോൺഫിഡൻസ് ഒക്കെ വേണം ഡോഗിന്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കാണിച്ചു തുടങ്ങി, കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ആവുന്നുണ്ട് ഇപ്പോൾ മാക്സിൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ട് ട്രീറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആള് ഭയങ്കര പോലെയാ, ഗാണ്ടാതിരുന്നു, ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലമെത്തി കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഒരു ലോറി നിർത്തിയിട്ടില്ലല്ലോ, ലോഡ് കൊണ്ടുപോയാലിങ്ങനെ വന്നാവും, അറിയില്ല എന്താന്ന്. അപ്പോൾ സാർ ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല, സാറിനെ ഒന്ന് കാണിക്കണം എന്ന് പറയുന്നുണ്ട് ഡോഗിനെ. അപ്പോൾ നമ്മൾ സാറിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകും. രണ്ട് ഡോഗ്സ് ഇറക്കി കേട്ടോ. അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെയാണ് ഓഫീസ് കയറി. ഫസ്റ്റ് മാക്സ് ഓഫീസിലേക്ക് കയറുമ്പോൾ ഇവിടുത്തെ സാധനങ്ങൾ തട്ടിമറിച്ച് കളയുക. ഈ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്, ആ വഴിയിലേക്ക് കയറി പോയിട്ട് അവിടുത്തെ വർക്കേഴ്സിന് ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കൂട്ടോ. ഇപ്പോൾ ഒക്കെ കാമാണ്, ഇപ്പോൾ ആൾ ഭയങ്കര കാമായിട്ടാണ് വർക്ക് ചെയ്യണത്. ഇതാണ് കേട്ടോ റൂം, സാറിൻ്റെ വർക്കിംഗ് റൂം. അവിടേക്ക് പോയി നമ്മൾ മാക്സിനെ ഇവിടെ നിർത്തി ബ്രൗണിന് കൊണ്ടുപോവാണ്. ബ്രൗണിക്ക് ചെറിയൊരു ടാബ്ലറ്റ് കൊടുക്കാണ്ട്. അപ്പോൾ മാക്സ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ബ്രൗണിനെ വിളിച്ച് നമ്മൾ പോവാം കേട്ടോ, നമ്മൾ വീട്ടിൽ പോവാം. തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റേ. അപ്പോൾ അവിടേക്ക് പോകാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പം അങ്ങോട്ട് പോകും കേട്ടോ. നമ്മളതാ പോവായി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. സൈനിങ് ഓഫ് മോണോമാർക്ക്. ഓക്കെ, ബൈ.